ഏഴാം നാൾ അതിനേക്കാൾ ദോഷമാണ്. ഏഴാം നാളിന് മതവൈനാശിക ദോഷം എന്ന് പറയുക. പരസ്പരം കൊല്ലാൻ വരെയുള്ള ടെൻഡൻസി ഉണ്ടാകാൻ പാകത്തിൽ ജ്യേഷ്ഠാനുജന്മാരെന്ന് പറയുന്ന ആ വികാരം അതൊക്കെ അവിടെ ഉണ്ടാകും, ആ സ്നേഹം അതൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ ഒരു ആപത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാവരുമായിട്ടും സൗഹൃദം എന്ന് പറയുന്ന അവസ്ഥയിലെത്തണം. അതുപോലെ തന്നെ മൂർത്തികളും, എല്ലാ മൂർത്തികളുമായിട്ട് നമുക്ക് സൗഹൃദം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തണം. ദേവതകളെല്ലാം നമുക്ക് സഹായമായിട്ട് നിൽക്കുക. ചെറിയ മുന്നാളെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മുന്നാളെന്ന് പറയുന്നത്? മുന്നാള് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ നാള് ആണ്. മൂന്നാമത്തെ നാള് ഒരു വീട്ടിൽ രണ്ടുപേരും മുന്നാളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപകടത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പം ഞാൻ തിരുവാതിരയാണ്, അപ്പൊ ഈ മുന്നാളെന്ന് പറയുന്നത് തിരുവാതിരയ്ക്ക് പൂയം നാള് മുന്നാളാണ്. ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? നമ്മൾ തിരുവാതിര തുടങ്ങി കണക്കാക്കണം. തിരുവാതിര പുണർതം പൂയം നാളെ അവിടെ വന്നാൽ അത് അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഈ മുന്നാളുകാരുമായിട്ട് കൂട്ടുകൂടിയാൽ അവിടെ പരാജയത്തിന് സാധ്യത കൂടുതലാണ്. പൂയ നക്ഷത്രക്കാരുമായിട്ട് ചേർന്നൊരു ബിസിനസ് നടത്തിയാൽ അവർ തമ്മിൽ വഴക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ കൊണ്ട് അവിചാരിതമായിട്ടുള്ള നഷ്ടങ്ങൾ വരിക, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരാം. നമ്മൾ മുന്നാൾ എന്ന് പറയുന്ന പരമാവധി ഒഴിവാക്കാം. വിവാഹബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുന്നാൾ ഒഴിവാക്കണം എന്നാണ്. ഇപ്പം ഈ ജ്യേഷ്ഠാനിയന്മാർ തമ്മിലും ഇങ്ങനെ മുന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ വഴക്ക് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ എങ്കിലും ജ്യേഷ്ഠാനുജന്മാരെന്ന് പറയുന്ന ആ വികാരം അതൊക്കെ അവിടെ ഉണ്ടാകും, ആ സ്നേഹം അതൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ ഒരു ആപത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് വിപത്ത് നക്ഷത്രം എന്ന് അതിന് പറയാം മുന്നാളിന്. അതേപോലെ തന്നെ പ്രധാനമാണ് അഞ്ചാം നാൾ എന്ന് പറഞ്ഞാൽ ശത്രുതകൾ കൂടും ആണ്. പ്രത്യര നക്ഷത്രം എന്ന് പറയുക. വരവും കൂടി ചേർന്ന കിന്നരാകും എന്ന് പറയില്ലേ, പരസ്പരം വഴക്കോട്ടിട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അഞ്ചാം നാളാണെങ്കിൽ ഉണ്ടാകും. പിന്നെ ഏഴാം നാൾ അതിനേക്കാൾ ദോഷമാണ്. ഏഴാം നാളിന് മതവൈനാശിക ദോഷം എന്ന് പറയുക. പരസ്പരം കൊല്ലാൻ വരെയുള്ള ടെൻഡൻസി ഉണ്ടാകാൻ പാകത്തിൽ അത്ര ശത്രുത കൂടാനാണ് ഏഴാം നാളിന് സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ ബന്ധങ്ങളുണ്ടാക്കുന്ന സമയത്താണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളുണ്ടാക്കുന്ന സമയത്താണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഒക്കെ 3, 5, 7 നാൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ്. ഇപ്പൊ ഒരു വീട്ടിൽ വന്നുകൂടാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, സാധാരണ പറഞ്ഞു കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും അത്ര നിർബന്ധമായിട്ട് പ്രയോഗിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അനുഭവത്തിൽ കണ്ടേക്കുന്ന ഒരു കാര്യമാണ് വേദനക്ഷത്രം എന്ന് പറയും. ഇപ്പം തിരുവാതിരയ്ക്ക് തിരുവോണം നക്ഷത്രം വേദമാണ്. ആ വേദനക്ഷത്രങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നൊരവസ്ഥ വന്നാലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ ശരി, അത് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ വേദനക്ഷത്രം കണക്കാക്കുന്നത്? അത് ഓരോ നക്ഷത്രത്തിനും ഓരോ നക്ഷത്രം വേദം എന്നുണ്ട്. അശ്വതിക്ക് തൃക്കേട്ട വേദം, ഭരണിക്ക് അനിഴം വേദം, അങ്ങനെ ഓരോ നക്ഷത്രത്തിനും വേദനക്ഷത്രങ്ങളുണ്ട്. അത് നോക്കി ഒഴിവാക്കണം എന്നാണ്. അവരുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പൂർണ്ണ വിശ്വാസം എന്ന് പറയുന്നത് ഒഴിവാക്കണം. അപ്പോൾ ഒരു വീട്ടിൽ ഒരേ നക്ഷത്രങ്ങൾ തന്നെ ഒന്നിച്ചു വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരേ നക്ഷത്രങ്ങൾ വന്നാൽ ദോഷം എന്ന് എങ്ങും വായിച്ചിട്ടില്ല. നല്ലതാണോ അങ്ങനെ വരുന്നത്? ദോഷമുള്ളതായിട്ട് വായിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലതാണെന്ന് വേണം കണക്കാക്കാൻ. ഇനി ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ മറ്റു പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം, അവരത് വായിച്ചിട്ടോ മറ്റോ പറഞ്ഞിട്ടുണ്ടാകാം. അത് ഓരോരുത്തരുടെയും പാണ്ഡിത്യത്തിൻ്റെ വ്യത്യാസം വരാം. അപ്പോൾ അതൊക്കെ ഉണ്ടാകാൻ ചിലപ്പോൾ, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് പരന്നു കിടക്കുന്ന വിഷയമാണ്. പണ്ട് സുബ്രഹ്മണ്യസ്വാമി അവതരിച്ചിരുന്ന കാലത്ത് പോലും ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയണേ. അന്നേ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ ഇന്ന് എത്ര ഉണ്ടാകും? അപ്പം അത് മുഴുവൻ ഒന്ന് പേര് വായിക്കാൻ പോലും നമുക്കാർക്കും സമയം കിട്ടില്ല ഈ ജന്മം കൊണ്ട്. അപ്പം അതുകൊണ്ട് പരന്നു കിടക്കുന്ന വിഷയം എന്ന് തന്നെ പറയാൻ, ഒരു സമുദ്രം പോലെ പരന്നു കിടക്കുന്ന വിഷയമാണത്. അതിൽ നിന്നൊരു കൈക്കുമ്പിൾ കോരി കുടിച്ചിട്ടാണ് നമ്മൾ അറിവുള്ളവനാണെന്ന് ഭാവിച്ച് കിടക്കുന്നത്. അതാണ് സത്യം.
ഇപ്പോൾ ഓരോ നാളുകാരും പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങൾ വ്യത്യസ്തമായിരിക്കില്ലേ? അപ്പോൾ അതുകൂടെ സാറിന് അത് നാളുകൊണ്ട് മാത്രം ആയിട്ടല്ല നോക്കുക, അത് ലഗ്നം ഏതാണെന്നും കൂടി നോക്കിയിട്ട് വേണം ചിന്തിക്കാൻ. ലഗ്നം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഇപ്പം ജനിക്കുന്ന സമയത്ത് ആ സമയത്ത് കിഴക്ക് ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണോ അതാണ് ലഗ്നം എന്നാണ്. ആ സമയത്ത് അന്തരീക്ഷത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഓരോ ഗ്രഹങ്ങൾ ഏതൊക്കെ പൊസിഷനിലിരിക്കുന്നു, അത് ആ ലഗ്നം തുടങ്ങി കണക്കാക്കി എടുക്കണം. അതല്ലാതെ നമ്മൾ ഈ കോമൺ ആയിട്ട് ഇപ്പോൾ തിരുവാതിരക്ക് ശിവൻ, മകത്തിന് ചോറ്റാനിക്കര അമ്മ, അങ്ങനെ അങ്ങനെ കുറേ പറയില്ലേ? അത് പറയും, ആ പറയുന്നതും നമുക്ക് കണക്കാക്കാം. പക്ഷെ ലഗ്നം അനുസരിച്ച് അത് ചില മന്ത്രങ്ങൾ പാടില്ല എന്നുണ്ട്. ഇപ്പം ഉപാസനാസ്ഥാനത്തിൻ്റെ അധിപന് ശത്രുവായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദേവത കൊണ്ട് ഉപാസന നടത്തിയാൽ അത് ഗുണപ്രദമല്ല എന്നാണ്. അപ്പോൾ ഉപാസനാസ്ഥാനം ഏതാണെന്ന് നിശ്ചയിച്ച്, അത് ലഗ്നം കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഉപാസനാസ്ഥാനം ഏതാണെന്ന് നിശ്ചയിച്ച് ആ ഗ്രഹത്തിൻ്റെ ബലം നോക്കിയിട്ട് ഒക്കെയാണ് ഉപാസന നിശ്ചയിക്കുക. അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജന്മാന്തരത്തിൽ ഉപാസിച്ച് നിർത്തിയത് എവിടെ വെച്ചാണോ അതിൻ്റെ തുടർച്ചയാണെങ്കിൽ നമുക്ക് എളുപ്പം ഫലം കിട്ടും. ഈ ഉപാസനയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, നമ്മുടെ ഈ ഉപാസന ഒരു 2-3 ദൈവങ്ങളെയൊക്കെ ഒന്നിച്ച് ഉപാസിക്കുന്നവരുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ? അത് അതിനേക്കാൾ ഉപരി ദോഷം ചെയ്യുമോ? അത് ഏകദൈവത്തിൽ അടിസ്ഥാനമാക്കി വേണം ചിന്ത. പക്ഷെ ബാക്കിയെല്ലാം അതിന് സഹായകമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാകാം. നമുക്കൊരു ഉപാസനമൂർത്തി നിശ്ചയിക്കുന്ന ഏകദൈവം എന്നുള്ള സങ്കല്പത്തിലാണ്. ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും പവർഫുൾ ആരാണ് നോക്കിയിട്ടാണല്ലോ നമ്മൾ ഈ ഉപാസനാ ദേവതയെ നിശ്ചയിക്കുന്നത്. നമുക്ക് ചങ്ങാത്തം കൂടാൻ നല്ലത് DGP ആണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തരണം ചെയ്യാൻ DGPയുടെ കൂട്ടുണ്ടെങ്കിൽ സഹായിക്കും. നമ്മൾ നിശ്ചയിച്ചാൽ അത് തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ഒരു SI വിചാരിച്ചാലും നമ്മളെ കൊടുക്കാൻ പറ്റും. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു റൈറ്റർ വിചാരിച്ചാൽ നമ്മളെ കൊടുക്കാൻ പറ്റും. അപ്പം ഉപാസനാ ദേവതയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ നമുക്ക് സൗഹൃദത്തിന് DGP ആണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് SI അവഗണിക്കണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ റൈറ്ററെ അവഗണിക്കണം എന്നുള്ളതല്ല. എല്ലാവരുമായിട്ടും സൗഹൃദം എന്ന് പറയുന്ന അവസ്ഥയിലെത്തണം. അതുപോലെ തന്നെ മൂർത്തികളും, എല്ലാ മൂർത്തികളുമായിട്ട് നമുക്ക് സൗഹൃദം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തണം. ദേവതകളെല്ലാം നമുക്ക് സഹായമായിട്ട് നിൽക്കുക. അത് വ്യത്യസ്തരായിട്ട് കാണേണ്ടത് താൽക്കാലികമാണെന്ന് മാത്രം. ഏകദൈവം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പടികളാണ് അതൊക്കെ. ഏകദൈവം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉപാസിച്ചു തുടങ്ങുമ്പോഴും ഗുരുവിനെയും ഗണപതിയും സരസ്വതിയും ഒക്കെ വന്നിച്ചിട്ട് വേണം അതിലേക്ക് വരാൻ. അവരെയും വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് ഗണപതിയുടെ സഹായം കൂടിയേ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും തുടക്കം കുഴപ്പമില്ല. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. ഗുരു കോപിച്ചാൽ ദൈവം രക്ഷിക്കാൻ വരില്ല, ദൈവം കോപിച്ചാൽ ഗുരു രക്ഷിക്കാൻ വരും. അപ്പം അതുകൊണ്ട് ഗുരുവിന് പ്രാധാന്യം കൊടുക്കണം നഷ്ടം. ഇതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കണം. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.